കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അനുഗ്രഹപ്രദമായിരുന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ ചിന്തിക്കുവാനും ധ്യാനിപ്പാനും തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഓർക്കുക, നമ്മളുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം ഈ ഭൂമിയിൽ നമ്മൾ ജഡത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ദൈവവചന ഉപദേശങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ എടുത്തതായ വേദഭാഗം ഈ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങളാണ്. ഇത് നമ്മൾ ആ ഒരു വേദഭാഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുന്നു. ദൈവം അനുവദിച്ചാൽ ഈ ഒരു ചിന്ത തന്നെ നമ്മൾ അടുത്ത ദിവസങ്ങൾ മറ്റു വേദഭാഗങ്ങളിൽ കൂടെ നമ്മൾ ചിന്തിക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി നമുക്ക് അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കാം. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസ്സാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നുള്ള ആ ഒരു പ്രയോഗത്തിൽ കൂടെ തന്നെ അപ്പോസ്തലനായ പൗലോസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതായത് മുൻപ് പറഞ്ഞ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ആണ് ഇവിടെ ഈ 11-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് സംസാരിക്കുന്നത്. ആകയാൽ എന്ന് പറയുന്നിടത്ത് അതിൻ്റെ മുൻഭാഗം കൂടെ നമ്മളൊന്ന് പരിശോധിക്കുന്നത് നന്നാണ്. കാരണം അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ. അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത് ഈ കൂടാരമാകുന്ന ഭൗമഭവനത്തെ, അതായത് ഈ ശരീരത്തിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ എന്ന് പറയുന്നത്. ഈ ഭൂമി പാപമംഗലമാണെന്നും അതുപോലെ തന്നെ ഈ ഭൂമി പിശാചിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ് എന്നുള്ള സത്യവും നമ്മൾ ഗ്രഹിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ നമ്മൾ ഏവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഭൗമഭവനമാണ്. താൽക്കാലികമായി ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയതായ ഒരു എർത്തലി ഹൗസ് മാത്രമാണ് നമ്മുടെ ശരീരം. ഇതാണ് നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. എന്നാൽ നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവ്, അതായത് നമ്മൾ ഓരോരുത്തരും ആ ആത്മാവാണ്, അത് ദൈവത്തിങ്കിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടതായ ഒരു ആത്മാവാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും തന്നെ ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം എന്നുള്ളത്. പക്ഷേ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നതായ ആ ഒരു ഫെലോഷിപ്പിൽ നമുക്ക് ആകുവാൻ കഴിയത്തില്ല. കാരണം പാപനിമിത്തം നമ്മൾ ഈ ഭൂമിയിൽ അപ്രകാരമുള്ള ഒരവസ്ഥയിലാണ്. ആദമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചിട്ട് ഏദൻ തോട്ടത്തിലാക്കിയത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തോടൊപ്പമുള്ള അവരുടെ സഹവാസവും ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഹിതവും അവരിലൂടെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ മനുഷ്യൻ പാപം ചെയ്ത നിമിത്തം അവൻ ആ ദൈവിക പദ്ധതിയിൽ നിന്നും പുറത്തായി എന്ന് വേണം നമുക്ക് കരുതുവാൻ. പക്ഷേ ഇനി ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിലൂടെ ദൈവം നടപ്പിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മൾ ഓരോരുത്തരും ദൈവത്തോടുള്ള ആ വിശുദ്ധീകരണത്തിൽ നാം കടന്നു വരുമ്പോഴാണ് നമുക്ക് ദൈവം ഉദ്ദേശിക്കുന്ന ആ ദൈവഹിതത്തെ ഈ ഭൂമിയിലാക്കുവാൻ കഴിയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ പോലും ഈ ഒരു സ്വാധീനം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു പറഞ്ഞില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടാകണം. അതായത്, ദൈവമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിലും ആകണമേ. നമ്മളിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ ആ സ്വർഗത്തിലെ ഹിതം, ഇഷ്ടം ഈ ഭൂമിയിൽ നമ്മളിലൂടെ നിവർത്തിക്കുക എന്നുള്ളതാണ്. അതേസമയം തന്നെ പാപമംഗലമായ ഈ ഭൂമിയിൽ നിന്നും നമ്മളുടെ ആത്മാക്കൾ രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നാം കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്. കാരണം ആ രക്ഷ എന്ന് പറയുന്നത് മനുഷ്യപ്രവൃത്തിയാൽ ഒരിക്കലും സാധ്യമാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം തന്നെ തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിൽ അയച്ചത്, അല്ലെങ്കിൽ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. അവൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമുക്ക് പകരമായി ആ പാപപ്രായശ്ചിത്തം ചെയ്തു.
ആ പാപപ്രായശ്ചിത്തം ചെയ്തപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യേശു തനിക്ക് വേണ്ടി പാപപ്രായശ്ചിത്തം ചെയ്തു എന്ന് ഒരുവൻ വിശ്വസിച്ച് ആ ഒരു പ്രായശ്ചിത്തം അവൻ അവകാശമാക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് മുമ്പാകെ അവൻ നീതീകരിക്കപ്പെടുകയുള്ളൂ. എന്നു മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ മുമ്പാകെ നാം കടന്നു ചെല്ലുമ്പോൾ രണ്ട് രീതിയിലുള്ള ന്യായവിധികൾ നമുക്കുണ്ടാകും. ക്രിസ്തുവിൻ്റെ ബീമ എന്നറിയപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ആ ന്യായാസനത്തിങ്കൽ നീതിമാന്മാരായ ആളുകൾ അവരുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം പ്രാപിക്കുവാൻ മുമ്പിൽ നിൽക്കും. രണ്ടാമത്തേത്, കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാതെ ഈ ഭൂമിയിൽ തങ്ങൾക്ക് ബോധിച്ചതായ നിലയിൽ നടന്ന് തങ്ങളുടെ ആത്മാവിനെ നിത്യനാശത്തിലേക്ക് കൊണ്ടെത്തിച്ചതായ ആളുകളുടെ ആ മഹാന്യായവിധി, വെള്ളസിംഹാസന ന്യായവിധി എന്നുള്ളതായ വളരെ ഭയങ്കരമായ ന്യായവിധിയെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഈ രണ്ട് ന്യായവിധികളും നമ്മുടെ മനസ്സിൽ നാം സൂക്ഷിക്കണം. അതായത് ഈ രണ്ട് ന്യായവിധികളെക്കുറിച്ചുള്ള ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 11-ാം വാക്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആകയാൽ കർത്താവിനെ ഭയപ്പെടണം. നമ്മളുടെ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം ദൈവത്തെ ഭയപ്പെട്ടുള്ള ജീവിതമാകണം. വിശുദ്ധ വേദപുസ്തകത്തിൽ നിരവധി തവണ നമുക്ക് ദൈവത്തെ ഭയപ്പെടുന്നതിൻ്റെ പ്രാധാന്യം കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത് പേടിയോടുകൂടെ ഭയപ്പെടുക എന്നുള്ളതല്ല, മറിച്ച് ബഹുമാനത്തോടും ആദരവോടും കൂടെ നാം ദൈവത്തെ ഭയപ്പെടണം. കാരണം ദൈവത്തിന് നമ്മളുടെ ആത്മാവിൻ്റെ മേൽ, നമ്മുടെ ശരീരത്തിന് മേൽ, നമ്മുടെ ജീവിതത്തിന് മേൽ ദൈവത്തിന് വ്യക്തമായ നിയന്ത്രണമുണ്ട്. അത് ഏതവസ്ഥയിലാണെങ്കിൽ പോലും. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കർത്താവിനെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. ഈ കർത്താവിനെ ഭയപ്പെടണം എന്നുള്ള ഈ പ്രയോഗത്തിൽ അപ്പോസ്തലനായ പൗലോസും കർത്താവിനെ ഭയപ്പെടുന്നു. നമുക്കറിയാം അദ്ദേഹം എന്താണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമ്മോട് പറയുക നിമിത്തം തൻ്റെ ഉള്ളിലുള്ള ആ ഭയത്തിൽ, ദൈവത്തോടുള്ള ഭയത്തിൽ ആണ് താൻ ഇത് നമ്മോട് സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇത് ദൈവം തനിക്ക് കൊടുത്ത ഉത്തരവാദിത്തമാണ്. ദൈവം നൽകാൻ പോകുന്ന ആ ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം തൻ്റെ ഉള്ളിലുണ്ടായിട്ട് ആ ന്യായവിധി ഓർത്ത് അദ്ദേഹം വളരെയധികം ഭയപ്പെട്ടു പോവുകയാണ്. ഞാൻ ശങ്കിക്കുന്ന ഒരു കാര്യമുണ്ട്, പല പ്രസംഗകരും പ്രസംഗിക്കുന്നത് ഈ ഒരു ഭയത്തിൽ നിന്നാണോ? നമ്മളെല്ലാവരും തന്നെ ഈ ഭയത്തിൽ നിന്ന് വേണം ശുശ്രൂഷിക്കുവാൻ. ഏത് ഭയം? ദൈവത്തെക്കുറിച്ചുള്ള ഭയം. ഞാൻ ഒരു സംഭവകഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു സുവിശേഷകൻ താൻ ട്രെയിനിലെ ഓരോ ബോഗി തോറും ട്രാക്റ്റുകൾ, സുവിശേഷ ലഘുലേഖകൾ വിതരണം ചെയ്യുകയായിരുന്നു. അദ്ദേഹം കൊടുത്ത ആ ട്രാക്റ്റിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് ലോകം കത്തിയെരിയാൻ പോകുന്നു, രക്ഷ പ്രാപിച്ചോ എന്നുള്ള ടൈറ്റിലായിരുന്നു. അദ്ദേഹം ആ ബോഗികൾ മുഴുവനും ആ ലഘുലേഖ കൊടുത്തു. അവസാനം മടുത്തിട്ട് അദ്ദേഹം ആ ട്രെയിനിന്റെ വാതിക്കൽ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. ഈ സമയത്ത് ആ ട്രെയിനിൽ നമ്മുടെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ മനുഷ്യനടുക്കിലേക്ക് കടന്നു നിന്നിട്ട് ചോദിച്ചു, ഇത്ര ഗൗരവമായ ഒരു സന്ദേശം കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ അലംഭാവത്തോടുകൂടെ ഇരിപ്പാൻ സാധിക്കുന്നു? അപ്പോൾ EMS തന്നെ ഇപ്രകാരം പറഞ്ഞു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരു പേപ്പട്ടിയെ പോലെ ഓടി നടന്നിത് കൊടുക്കുമായിരുന്നു. ഞാൻ ഈ സംഭവ കഥ ഉദ്ധരിച്ചതിൻ്റെ കാരണം, പലപ്പോഴും നമ്മൾ പറയുന്ന സന്ദേശത്തിൻ്റെ മെസ്സേജ്, അതിൻ്റെ സന്ദേശം എന്താണെന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളാറില്ല. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു, എനിക്ക് സന്ദേശത്തിൻ്റെ ആ ഒരു പ്രസക്തിയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആളുകളെ സമ്മതിപ്പിക്കുന്നു. എന്ത്? ഈ ന്യായവിധിയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചുള്ള ഭയം, ഇത് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് തീർച്ചയായിട്ടും ഞങ്ങളെ അറിയാം, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ അറിയാം, ഞാൻ എത്രത്തോളം ഗൗരവത്തോടു കൂടെ അത് ചെയ്യുന്നു എന്ന് ദൈവത്തിനറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു. അതായത് ദൈവത്തെക്കുറിച്ചുള്ള ആ ഭയം എല്ലാവരുടെയും മനസ്സാക്ഷികളിലുണ്ട്. പലപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഭയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അത് വേണ്ടവണ്ണം അത് ക്രിയാത്മകമായി മാറ്റുവാൻ നമുക്ക് കഴിയാറില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ ആ സുപ്രീമസി, ദൈവത്തിൻ്റെ സോവറിനിറ്റി, ദൈവത്തിൻ്റെ ആധിപത്യം, ദൈവത്തിൻ്റെ ആ പരമാധികാരം ഇത് മനസ്സിലാക്കി അതിനനുസരിച്ച് നാം ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ആ അവസ്ഥയിലേക്ക് ചെല്ലുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ഈ ഭൗമിക ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഭയം
നമ്മെ എപ്പോഴും അലട്ടണം. അത് ദൈവം പരമാധികാരിയാണ്, ദൈവം സർവശക്തനാണ്, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന്മേൽ അധികാരമുണ്ട് എന്നുള്ള ആ ഭയത്തിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോഴും നമ്മൾ നമ്മുടെ സഭകളിൽ വളരെ ആക്റ്റീവായി നിൽക്കുമ്പോഴും ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഈ ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ ഭയപ്പെടുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യം വിശുദ്ധ ബൈബിൾ എപ്പോഴും വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തെ ഭയപ്പെട്ട് ബഹുമാനത്തോടുകൂടിയുള്ള ഭയം, ആരാധനയോടുകൂടിയുള്ള ഭയം, ദൈവത്തിന് ജീവിതത്തിൽ പ്രോപ്പർ സ്ഥാനം കൊടുത്തുകൊണ്ട്, ശരിയായ സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ ഈ ഭൂമിയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എത്ര വലിയവനാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഞങ്ങളുടെ ദൈവം കേവലം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിധികളെ നിർണ്ണയിപ്പാൻ കഴിവുള്ളതായ അധികാരമുള്ളവനായ ദൈവമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ വചനം കേട്ട ഏവരും ഈ ദിവസങ്ങളിൽ ആ ദൈവഭയമുള്ളവരായി തീർന്ന് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് ചെല്ലുവാൻ അങ്ങയുടെ മക്കളെ അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ ആത്മീയമായ ഏത് ആവശ്യങ്ങളെയും സഹായിപ്പാൻ ഞങ്ങൾ സന്നദ്ധരാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.